ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ അൾട്ടിമേറ്റ് PSC. നമ്മളിന്ന് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള PSC പഠിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ? ഇപ്പോൾ ഇന്ന എക്സാമിന് എടുത്ത് പറയുന്നില്ല, കുറേ പേര് ചോദിച്ചു LGSന്, ബെവ്കോ-LDക്ക്, VFAക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാമോ എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ്. പിന്നെ അത് കൂടാതെ വേറെയും കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്കത് നഷ്ടമാവില്ല കണ്ടാൽ, അത് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇന്ന് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു ലിസ്റ്റിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യണം? എക്സാമുകൾ എഴുതി പരിശീലിക്കണം. ഓക്കെ. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നുള്ളത് നമ്മുടെ നെഗറ്റീവ് കുറയും എന്നുള്ളതാണ്. എല്ലാ എക്സാമുകളുടെയും എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും ഒരു പ്രധാന വില്ലൻ എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയാൽ അത് നമ്മുടെ സ്കോർ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ് നമുക്ക് ഈ നെഗറ്റീവ് മാർക്ക് കുറക്കാൻ പറ്റുക? അതിനുള്ള ഉത്തരമാണ് നമ്മളുടെ എക്സാം ചെയ്യുക. എല്ലാ ദിവസവും എക്സാം ചെയ്ത് നോക്കുക എന്നുള്ളത്. നമുക്ക് PYQs അവൈലബിൾ ആണ്. അപ്പോൾ PYQs കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം PYQ തന്നെ ചെയ്ത് നോക്കുക. ആൻഡ് PYQ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കിട്ടുന്നില്ല, ഓൾറെഡി നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ വീഥി, തൊഴിൽ വാർത്ത അതുപോലെയുള്ള പബ്ലിക്കേഷൻസിൽ വരുന്ന എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നെഗറ്റീവ്സ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ 100 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാകും, 100 ക്വസ്റ്റ്യൻ ഉണ്ടാകും നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ നമ്മൾ വെറുതെ ഒരു ഇപ്പോൾ തൊഴിൽ വീഥി എടുത്തു, അതിലൊരു എക്സാം നമ്മൾ വായിച്ച് പഠിക്കുകയാണ് വിചാരിക്കുക. വായിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു 50% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ പോലും നമുക്ക് തോന്നുക അറിയാമെന്നുള്ള രീതിയിലാണ്. ഓക്കെ. ഇനി അതല്ല, നമ്മളത് എക്സാം ചെയ്താണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു കൺഫ്യൂഷൻ വരും, അല്ലേ? A ആണോ, B ആണോ, C ആണോ, D ആണോ, കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ്റെ പുറത്ത് നമ്മൾ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അറ്റൻഡ് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എവിടെ നിന്ന് കുറയും? മാർക്കിൽ നിന്ന് കുറയും. അങ്ങനെ എക്സാം ചെയ്ത് നോക്കിയാൽ മാത്രമേ നെഗറ്റീവായിട്ട് എത്രത്തോളം നമ്മുടെ മാർക്ക് പോകൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എക്സാം ചെയ്ത് നോക്കാത്ത ഒരാളെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയാം, എവിടെയാണ് ഫാൾട്ട് പറ്റുകയെന്ന്. ഇവർ എക്സാം ചെയ്ത് നോക്കാത്ത ആൾക്കാർ ആ ഒരു സീരിയസ്നെസ്സോടുകൂടെ, അത്രയും ഒരു സീരിയസ്നെസ് കുറവോടുകൂടെ തന്നെയായിരിക്കും എക്സാം ഹാളിലും ഉണ്ടാവുക. എന്തിനെക്കുറിച്ചുള്ള സീരിയസ്നെസ് കുറവ്? നെഗറ്റീവ് മാർക്സിനെ കുറിച്ച്. നെഗറ്റീവ് മാർക്സിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആവണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് നമ്മുടെ മാർക്കിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മൾ എക്സാം അല്ലാണ്ട് ചെയ്തു നോക്കുക. വീട്ടിൽ നിന്നൊക്കെ എക്സാമുകൾ ചെയ്തു നോക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നെഗറ്റീവ് എത്രത്തോളം നമ്മളെ മാർക്ക് കുറയ്ക്കുമെന്ന്. ഇനി വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുമ്പം തന്നെ ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ഒരു 60 ശരി, പിന്നെ ഒരു 12 തെറ്റുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പം 60 ശരി 12 തെറ്റെന്ന് എഴുതി പോവരുത്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് 60 ശരിയും 12 തെറ്റും ആകുമ്പോൾ എൻ്റെ ഈ 60 മാർക്കിൽ നിന്ന് എത്ര മാർക്ക് അങ്ങോട്ട് പോകും? ഇപ്പം 4 മാർക്കാണെങ്കിൽ 4 മാർക്ക് അങ്ങോട്ട് പോയി. എൻ്റെത് 56 മാർക്കായി, ഇല്ലേ? അങ്ങനെ മാർക്ക് കുറച്ച് തന്നെ കാണണം. അപ്പോഴേ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് ആവുള്ളൂ. നെഗറ്റീവ്സ് ഞാൻ കുറയ്ക്കണം. നെഗറ്റീവ് കുറക്കാതെ എക്സാമിന് എന്തായാലും നമ്മൾ മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നെഗറ്റീവ് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സാം എഴുതി പ്രിപ്പയർ ചെയ്യണം. അതിനൊരു മടിയും വിചാരിക്കരുത്. ഒട്ടുമിക്ക ആൾക്കാരുടെയും ധാരണ എക്സാം എഴുതി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സാം എഴുതി പരിശീലിക്കുക എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണെന്നുള്ളതാണ്. അല്ല, നമ്മൾ എടുക്കുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എക്സാം എഴുതുക എന്നുള്ളത്. എക്സാം എഴുതി പരിശീലിക്കുന്നതിനോടൊപ്പം നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്ക് സ്പീഡ് കിട്ടും. എന്തിന് സ്പീഡ് കിട്ടും? ബബിൾ ചെയ്യാനൊരു സ്പീഡ് വേണോടോ, ആ സ്പീഡ് കിട്ടും. ബബിൾ ചെയ്യാനൊരു സ്പീഡ് കിട്ടും. പിന്നെ ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് മാർക്സ് എങ്ങനെയൊക്കെ, എത്ര പെർസെൻറ്റേജ് വരെ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എത്ര നെഗറ്റീവ് വന്ന എത്ര മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ധാരണ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്ന മാത്സ്, ഈ മാത്സ് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്ത് പഠിക്കാൻ ഏറ്റവും നല്ലത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്.
എല്ലാ ആളുകളും ഒരു എക്സാം കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്ന കമൻ്റാണ് മാത്സിന് ടൈം കിട്ടിയില്ല എന്ന്. ടൈം കിട്ടണേ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കണം. ഇത്ര സമയം വെച്ചൊരു 15 മിനിറ്റ് വെച്ചിട്ട് 20 ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണം. അല്ലെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്തില്ല എക്സാം ഹാളിൽ നിന്നൊരു വെപ്രാളായിരിക്കും, നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം അതിന് മടി വിചാരിക്കരുത്. എക്സാം എന്ത് ചെയ്യുക? ചെയ്ത് നല്ലതുപോലെ പഠിക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ബബിൾ ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഓരോരുത്തരുടെ ഡൗട്ടാണ് എക്സാം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളത് അല്ലേ. അത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്കറിയാം ഒരു എളുപ്പമാണോ, ആവറേജ് ആണോ, പാടാണോ നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ഒത്തിരി എളുപ്പമുള്ള എക്സാം ആണെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അത്യാവശ്യം അറ്റൻഡ് ചെയ്യണം അല്ലേ. എന്നാൽ മാത്രമേ അത് കട്ട് ഓഫ് ഒക്കെ ഉയരും എന്നുള്ളതാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അറ്റൻഡ് ചെയ്യണം. ഇനി അതല്ല പാടുള്ള എക്സാം ആണെങ്കിൽ നമ്മൾ വെറുതെ ഒരുപാട് കറക്കി കുത്തി നെഗറ്റീവ് ആക്കാൻ നിൽക്കരുത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് വെച്ച് പോരുക. പ്രിലിംസ് ഒക്കെ ശരിക്കും അതാണ്. നെഗറ്റീവ് വരുത്താതിരുന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ എഴുതിയാൽ തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാം. അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ എക്സാം എഴുതുമ്പോൾ ചില ആൾക്കാർ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആ ഒരു പോർഷൻ ആദ്യം ചെയ്യുന്നവരുണ്ടാകും. അല്ല GK പോർഷൻ ആദ്യം ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. ഈ GK പോർഷൻ ആദ്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, GK നമ്മൾ ഒരു തവണ നമ്മൾ വായിക്കുമല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ. ആ ഒരു തവണയിലുള്ള വായനയിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ അത് ആ കറക്റ്റ് നമ്മൾ ബബിൾ ചെയ്ത് പോരുക. ഓക്കെ. പിന്നെ നമ്മൾ മാത്സ് ക്വസ്റ്റ്യൻ, മലയാളം, ഇംഗ്ലീഷ് നമുക്ക് ചെയ്യാനുണ്ടാകും അല്ലേ. അതിൽ മലയാളവും ഇംഗ്ലീഷും ചെയ്ത് കഴിഞ്ഞിട്ട് മാത്സിലോട്ട് ഇരിക്കുക എന്ന് പറയുമ്പം മലയാളത്തിനും ഇംഗ്ലീഷും നമുക്ക് അത്ര സമയം മതി അല്ലേ. മാത്സിനാണ് നമുക്ക് സമയം വേണ്ടത്. മാത്സ് ആദ്യം ചെയ്താലുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് മാത്സ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലേ. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് തോന്നിയാൽ പിന്നെ എത്ര സമയം വേണമെങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ചെലവഴിക്കും. അങ്ങനെയാകുമ്പോൾ ഓപ്പോസിറ്റിൽ നമ്മളെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈമാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് GK ഒരു വായനയിൽ അറിയാവുന്നത് ഞാൻ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് മലയാളം ചെയ്യും, പിന്നെ ഇംഗ്ലീഷ് ചെയ്യും, പിന്നെയാണ് ഞാൻ മാത്സിലോട്ട് ഇരിക്കുക. അത് മാത്സിന് അത്യാവശ്യം സമയം എന്നാലും എനിക്ക് കിട്ടും. മാത്സ് ചെയ്ത് കഴിഞ്ഞാലും ഒരു റൗണ്ട് കൂടെ GK നോക്കി വരാം. മീൻസ് ഒരു 80-20 അല്ലെങ്കിൽ ഒരു 50-50 ഉള്ളതിൽ തന്നെ നമുക്ക് എന്നാലും നമ്മുടെ മനസ്സിന് ഉറപ്പുള്ള കുറച്ച് ആൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാത്സും കൊണ്ട് ആദ്യം ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് സമയം ഒത്തിരി മാത്സിൽ കളയുന്നില്ല എന്നുള്ളതാണ്. ഒരു 15 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് മാത്സ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം ചെയ്യുന്നവർക്ക് മിക്കവരും പറ്റുന്നതാണ് സമയം തികയില്ല എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ചെയ്യുന്നവരാണ് എന്ത് ചെയ്യുക, ബാക്കിയുള്ള GK പോർഷൻസും കാര്യമൊക്കെ ഇച്ചിരി സ്പീഡിൽ ചെയ്തു പോരുക. എന്നിട്ട് മാത്സ് ലാസ്റ്റിലേക്ക് വെക്കുക. ഓക്കെ. പിന്നെ അപ്പോൾ നെഗറ്റീവ് മാർക്ക് നമുക്ക് എങ്ങനെ കുറയ്ക്കാമെന്നാണ് പറഞ്ഞത്? ഡെയിലി എക്സാം ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ്ഡ് ഏരിയാസ്, അതായത് ഒറ്റ മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഫോക്കസ്ഡ് ഏരിയാസ് ആയിട്ട് ഇതിനെ അതായത് ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനുണ്ട് എന്നുണ്ടെങ്കിൽ, എക്സാമിന് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100 ക്വസ്റ്റ്യൻസിനെ ഒരു ഡിവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ GK, അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആൻഡ് ദെൻ കറണ്ട് അഫയേഴ്സ് ഓൾസോ. GKക്ക് എത്ര മാർക്ക് കിട്ടി? ഇപ്പോൾ GKക്ക് എഴുതിയ ഒരു 36 മാർക്ക് കിട്ടി. മലയാളത്തിന് എത്ര മാർക്ക് കിട്ടി? 10ൽ ഒരു 8 മാർക്ക് കിട്ടി. ഇംഗ്ലീഷിനും കിട്ടിയൊരു 8 മാർക്ക്, മാത്സിന് ഒരു 9 മാർക്ക് കിട്ടി, കറണ്ട് അഫയറിനൊരു 13 മാർക്ക് കിട്ടി. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഡിവിഷൻസ് ചെയ്യുക. മനസ്സിലായോ? ഡിവിഷൻ ചെയ്തിട്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മളൊന്ന് സബ് ഡിവൈഡ് ചെയ്യുക. ഓരോ പോർഷൻസ് എടുത്തിട്ട് GKക്ക് നമുക്ക് എത്ര കിട്ടി, പിന്നെ മലയാളത്തിന് എത്ര കിട്ടി, ഇംഗ്ലീഷിന് എത്ര കിട്ടി, മാത്സിന് എത്ര കിട്ടി, ഇങ്ങനെ നമ്മൾ സബ് ഡിവിഷൻ ചെയ്യാം. ഓക്കെ. ഇങ്ങനെ സബ് ഡിവിഷൻ ചെയ്ത് മാർക്ക് എഴുതി വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് ഇപ്പോൾ കറണ്ട് അഫയറിന് ഒരു 10-15 കറണ്ട് അഫയർ ചോദിച്ചിട്ട് 9 കറണ്ട് അഫയർ നമുക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കറണ്ട് അഫയർ എന്ന് പറയുന്ന ഏരിയയിൽ ഞാൻ കുറച്ച് വീക്കാണ്, ഞാൻ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ശ്രദ്ധിക്കണം.
അല്ലേ പോട്ടെ, മലയാളത്തിനും ഇംഗ്ലീഷിനും നമുക്ക് നല്ല മാർക്ക് കിട്ടി, 9 മാർക്കും ഇംഗ്ലീഷിന് 10 മാർക്കും. മാത്സിന് 6 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അവിടെ എന്ത് മനസ്സിലാകും? മാത്സ് ഞാൻ വീക്കാണ് കേട്ടോ, മാത്സ് ഞാൻ ഒന്നുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ലേ? അതുപോലെ തന്നെ GK ഏരിയയിലാണ് നമുക്ക് കുറവ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ GK ഏരിയ വരുമ്പോൾ മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, GK ഏരിയയിൽ നമുക്ക് മാത്സ് മാർക്ക് കുറവാന്ന് തോന്നിയാൽ ആ GK ഏരിയനെ ഒന്നുകൂടെ സബ്ഡിവൈഡ് ചെയ്യുക. അതായത് സ്ഥിരമായിട്ട് എവിടെയാണ് മാർക്ക് പോകുന്നത്? ഹിസ്റ്ററിയിലാണോ, ജോഗ്രഫിയിലാണോ, അതോ എക്കണോമിക്സിലാണോ, ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലാണോ? ഇങ്ങനെ സ്ഥിരമായിട്ട് മാർക്ക് പോകുന്ന ഏരിയ ഉണ്ടാകും. ആ ഏരിയ ഏതാ നമ്മൾ നോക്കണം. നമ്മൾ ഡെയിലി എക്സാം എഴുതുമല്ലോ. അപ്പോൾ ഏത് ഏരിയയിലാണ് മാർക്ക് പോകുന്നത് എന്നുള്ളത് GK നമ്മൾ കണ്ടുപിടിക്കണം. അത് ഹിസ്റ്ററിയിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഹിസ്റ്ററി ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് ഞാൻ പഠിക്കണം. അല്ലേ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഹിസ്റ്ററി ഞാൻ പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഒന്നുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ എക്സാം ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഡെയിലി എക്സാം എഴുതി പോയിട്ട് മാത്രം കാര്യമില്ല. ഇങ്ങനെ സബ്ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ഭാഗത്തിനും എത്ര മാർക്ക് കിട്ടി നോക്കുക. GKക്ക് എത്ര, ഇംഗ്ലീഷ് എത്ര, മലയാളം എത്ര, മാത്സ് എത്ര, CA എത്ര, ഇങ്ങനെ നമ്മൾ എഴുതുക. എന്നിട്ട് ഏത് ഏരിയയിലാണോ നമുക്ക് മാർക്ക് കുറയുന്നത് ആ ഏരിയ നമ്മൾ നന്നായിട്ട് പഠിക്കുക. അത് GK ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ സബ്ഡിവൈഡ് ചെയ്യുക. ഏത് സബ്ജക്റ്റ് ആണെന്ന് നോക്കുക, ആ സബ്ജക്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഏരിയ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടെയാണ് നമുക്ക് മാർക്ക് കുറയുന്നത് മനസ്സിലാകും. ഈ ഹോട്ട് ടോപ്പിക്സിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ അങ്ങനെ ഞാൻ ചെയ്തപ്പോഴാണ്. മീൻസ് എനിക്ക് മനസ്സിലായി ഇന്ന സബ്ജക്റ്റിലെ ഇന്ന ഭാഗം ചോദിക്കുമ്പോൾ എനിക്ക് മാർക്ക് കിട്ടുന്നില്ല. ഇതാണെങ്കിൽ PSC എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനത് പഠിക്കണ്ടേ? അങ്ങനെയാണ് നമ്മൾ ഏരിയാസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഈ തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി മാത്രം നമുക്കൊരു നോട്ട്ബുക്ക് വേണം. എന്നിട്ട് ഈ നോട്ട്ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആ നോട്ട്ബുക്ക് മുഴുവൻ എന്താണ്? നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഏത് സബ്ജക്റ്റും എഴുതാം, ഇൻക്ലൂഡിങ് മാത്സ്. ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. എന്നിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ പറഞ്ഞു, വൺസ് ഇൻ എ വീക്ക് നമ്മളൊന്ന് റിവൈസ് ചെയ്യുക. ഇനി വൺസ് ഇൻ എ വീക്ക് റിവൈസ് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക്, അതായത് വൺസ് ഇൻ എ വീക്ക് കുറേ ലോഡ് വരുന്നുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഒരു ദിവസം ഇതുകൊണ്ട് തുടങ്ങാം. എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ബുക്കിലെ പേജസ് എടുത്ത് വായിക്കുക. അപ്പോൾ നല്ല അതുപോലെ അടിപൊളിയായിട്ടുള്ള ടൈമാണല്ലോ. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ വായിക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി അടിപൊളിയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്താ? നെഗറ്റീവ് കുറക്കണമെങ്കിൽ എക്സാം പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായോ? 2, എക്സാം കഴിഞ്ഞിട്ട് ഓരോ ഏരിയയിലെയും മാർക്ക് സബ്ഡിവൈഡ് ചെയ്തെടുത്ത് വെക്കണം. എന്നിട്ട് മാർക്ക് കുറയുന്ന ഏരിയ ഏതാണോ അത് നോക്കി പഠിക്കണം. മടി വിചാരിക്കുകയേ ചെയ്യരുത്. എക്സാം ഇസ് നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ. പിന്നെ ലാസ്റ്റത്തെ കാര്യം, ഈ തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കാര്യം പറയാം. അതായത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഓരോ കാര്യത്തിനും ഒന്ന് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാമോ എന്ന്. അപ്പോൾ ഞാനത് എന്താ പറയുക, എല്ലാവർക്കും കൊടുത്ത മറുപടി ഒന്നാണ്, എനിക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ PSCക്ക് പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തായിരുന്നു. എന്ന് പറയുമ്പോൾ ഒരിക്കലും 1 മാസം 2 മാസത്തേക്കുള്ള ടൈം ടേബിൾ അല്ല ഞാൻ സെറ്റ് ചെയ്തത്. ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നിങ്ങളോട് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് ഈ ഒരാഴ്ചത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത ടൈം ടേബിൾ പോലും ഫോളോ അപ്പ് ചെയ്തു പോകാൻ എനിക്ക് പറ്റിയില്ല. ഓക്കെ. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തു പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിനു വേണ്ടി നിന്നിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ടൈം ടേബിളിലൂടെ ഇങ്ങനെയാണല്ലോ, ഡേറ്റ് ഇടുന്നു, ഒരു ദിവസം ഇത്ര സമയം ഇത്, അതായത് ഒരു ദിവസം കൊണ്ട് ഇത്ര ടോപ്പിക്കുകൾ തീർക്കണം, അങ്ങനെയാണല്ലോ ടൈം ടേബിൾ ഇടുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഈ പറയും പോലെ ഹോട്ട് ടോപ്പിക്സ് എഴുതുന്നു, ഹോട്ട് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലേക്ക് ഒരു ചാപ്റ്റർ എടുത്ത് പഠിക്കുകയെന്ന് വിചാരിക്കുക. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഈ ഒരു ചാപ്റ്റർ വായിച്ചവർക്കറിയാം ഈ ചാപ്റ്റർ പെട്ടെന്നൊന്നും തീരൂല. അപ്പം ഞാനിത് ഇട്ടേക്കുന്നത് ഒരു ദിവസത്തിന്, ഇപ്പോൾ എന്താ പറയുക, ഫെബ്രുവരി 3-ാം തീയതിത്തെ ടൈം ടേബിളിൽ ഞാൻ ഈ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. കുറേ സയൻസ്, കുറേ മാത്സ്, കുറേ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സത്യാവസ്ഥ പറഞ്ഞാൽ ഈ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് ഒരു വൃത്തിക്ക് ഇത് പഠിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓവർവ്യൂ റീഡിംഗ് ആണെങ്കിലും ഒരു ദിവസം അത്രയും, കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്.
അപ്പോൾ അത് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ടൈം ടേബിൾ അവിടെ ഫെയിലായില്ലേ? അങ്ങനെ എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും ഇങ്ങനെ ചില ദിവസം മൂഡുണ്ടാവും പഠിക്കാൻ, ചില ദിവസം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയല്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ആ ദിവസം പഠിക്കേണ്ടത്. അത് മൂഡില്ലാത്ത ദിവസം ഭയങ്കര ഹെവി സബ്ജക്റ്റ് കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ട് ഈസിലി നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ ഞാൻ ഇട്ടതുപോലെ എനിക്ക് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓക്കെ, പല ദിവസങ്ങളും ഇങ്ങനെ ആയപ്പോൾ ടൈം ടേബിൾ ഞാൻ ഉപേക്ഷിച്ചു. അപ്പോൾ ആ ഒരു പരിപാടി നടക്കൂല, എനിക്ക് പേഴ്സണലി നടക്കൂല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു. കാരണം ഞാൻ ഇടുന്ന സമയം പോരാ ചില ടോപ്പിക്കുകൾ എനിക്ക് തീർക്കാൻ. അതുപോലെ ഞാൻ ടൈം ടേബിളിൽ ഇട്ട് വെച്ചിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കാൻ ചില ദിവസം എനിക്ക് താല്പര്യം ഉണ്ടാവില്ല, എനിക്ക് മൂഡുണ്ടാവില്ലാന്നേ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നെ ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചിട്ടില്ല. പകരം ഞാൻ എന്താ ചെയ്തേ? പകരം ഞാൻ ഈ പറഞ്ഞ പോലെ ഹോട്ട് ടോപ്പിക്സ് എഴുതാൻ തുടങ്ങി. ഹോട്ട് ടോപ്പിക്സ് എഴുതിയിട്ട് ഇപ്പം നമ്മൾ എക്കണോമിക്സിൻ്റെ ഹോട്ട് ടോപ്പിക്സ് എഴുതാമെന്ന് വിചാരിക്കേ. നീതി ആയോഗ് എഴുതി, ഹരിത വിപ്ലവം എഴുതി, ഇങ്ങനെ ഓരോ ഹോട്ട് ടോപ്പിക്സ് എഴുതിപ്പോയി. എന്നിട്ട് ഈ ടോപ്പിക്ക് നമ്മൾ പഠിച്ച് കഴിയുമല്ലോ. പഠിച്ച് കഴിയുമ്പോൾ ഇത് ടിക്കറ്റ് പോകും. ഇത് നല്ല സുഖമുള്ള പരിപാടിയാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റും ഒരു സമാധാനം, ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം ഇത് വരുമെന്നും അറിയാം, കാരണം ഹോട്ട് ടോപ്പിക് ആണല്ലോ. അപ്പോൾ ഇത് വരുമെന്നും അറിയാം, അപ്പോൾ പഠിക്കാനും ഒരു ഇഷ്ടം ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ചാപ്റ്റർ എഴുതി വെക്കുന്നു. ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് ആ ചാപ്റ്റർ തീർന്നോളണമെന്നില്ല, ഒരു ദിവസം കൊണ്ട് ആ ചാപ്റ്റർ ടിക്കിട്ടോളണമെന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് എന്തായാലും അയ്യോ ഞാൻ ഒരു ദിവസം കൊണ്ട് തീർത്തിട്ടില്ല എന്നുള്ള ബോധം പിറ്റേ ദിവസം ഉള്ളതുകൊണ്ട് പിറ്റേ ദിവസം ആ ചാപ്റ്റർ എങ്ങനെയെങ്കിലും മെനക്കെട്ടെങ്കിലും തീർക്കും. 1 2 3 ദിവസം എടുത്താണെങ്കിലും അത് പഠിച്ച് തീർക്കും. ഓക്കെ, അല്ലാതെ ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കാര്യം 3-ാം തീയതിക്കത്തെ ടൈം ടേബിൾ പ്രകാരമുള്ളത് തീർത്തില്ല, അയ്യോ അത് പോയി, ഇനി ഒരു ദിവസം ഞായറാഴ്ച കിട്ടുമ്പോൾ അത് പഠിക്കാമെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഡേ 4-ാം തീയതിക്കത്തേത് പിന്നെ തുടങ്ങും. അപ്പം 4-ാം തീയതിക്കത്തെ പഠിച്ച് നോക്കുമ്പോൾ അതും തീരുന്നില്ല. അപ്പോൾ അതും പെൻഡിങ് ആയി. എല്ലാം പെൻഡിങ് ആവുമായിരുന്നു എന്നെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാം പെൻഡിങ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ടൈം ടേബിൾ എന്ന് പറയുന്ന പരിപാടി അവസാനിപ്പിച്ചത്. പിന്നെ ഹോട്ട് ടോപ്പിക്സും ഹോട്ട് ചാപ്റ്റേഴ്സും എഴുതുന്നു, അത് പഠിക്കുന്നു, അത് ടിക്കിടുന്നു. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഒരു ടോപ്പിക്ക് കുറേ നേരം അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. എനിക്കും പറ്റൂല. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ ഇത് ചെയ്യുക, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എനിക്ക് ഇന്ന് പഠിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പഠിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അത് ഉച്ചക്ക് മുമ്പ് കുറച്ച് നേരം പഠിക്കുന്നു. 20 അരമണിക്കൂറൊക്കെ 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ പഠിച്ചു കഴിഞ്ഞപ്പോൾ മതിയായി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വേറെ എല്ലാം എടുത്ത് പഠിക്കുന്നു. അങ്ങനെ എന്നിട്ട് വൈകുന്നേരം പിന്നെയും ചിലപ്പോൾ ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൻ്റെ ബാക്കി ഞാൻ വായിക്കുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നത് എനിക്ക് പേഴ്സണലി എഫക്റ്റീവ് ആവാത്തതുകൊണ്ട് ഞാൻ ചെയ്തൊരു മെത്തേഡാണിത്. ഹോട്ട് ടോപ്പിക്സും ചാപ്റ്റേഴ്സും എഴുതുന്നു, പഠിച്ച് കഴിയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ടിക്കിട്ട് പോകുന്നു. അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ടൈം ടേബിൾ ചോദിക്കുന്നവരോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ഒരിക്കലും ഒരാൾ സെറ്റ് ചെയ്യുന്ന ടൈം ടേബിൾ നിങ്ങൾക്ക് ഫിറ്റ് ആവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എല്ലാവർക്കും അവൈലബിൾ ആവുന്ന സമയം വ്യത്യസ്തമാണ്, എല്ലാവർക്കും പഠിക്കാനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമാണ്, ഇൻട്രസ്റ്റഡ് ഏരിയാസ് വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? നമ്മുടെ ടൈം നമ്മളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുക. അതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മുടെ മോർണിംഗ് സ്റ്റഡി, അതായത് രാവിലെ എണീറ്റ് ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, ചില ആൾ നൈറ്റ് പേഴ്സൺ ആയിരിക്കും. മോർണിംഗ് പേഴ്സൺ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണേലും എക്സാമൊക്കെ ആകുമ്പം പഠിക്കണം, എഴുതണം, ജയിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു 4:30 5 മണീൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് എല്ലാവരും എണീക്കും അല്ലേ? അപ്പോൾ നമുക്ക് 4:30 ഒക്കെ പോട്ടെ, ഒരു 5 മണിയൊക്കെ. ഓക്കെ, ഒരു 5 മണി ടു 6:30 അല്ലെ 6 മണി, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ 6 മണിക്ക് അടുക്കളയിലൊക്കെ കയറണം. അപ്പോൾ 5 മണി ടു 6:30 ഇത് എന്ന് പറയുന്നത് അത്രയ്ക്ക് അടിപൊളി സമയമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അതുപോലെ ഉണർന്നിരിക്കുന്ന സമയമാണ്, നമ്മൾ നല്ല ആക്റ്റീവായിരിക്കുന്ന സമയമാണ്, ഒരു ഫ്രഷ്, അതായത് ഒരു പുതിയ തുടക്കമാണല്ലോ. അപ്പം നമ്മുടെ ബ്രെയിൻ എന്തും സ്വീകരിക്കാൻ റെഡി ആയിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പഠിക്കാൻ പാടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു ടോപ്പിക്കൊക്കെ എടുത്തിട്ട് പഠിക്കണം. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ടോപ്പിക്ക്, നോട്ടൊക്കെ എഴുതണം എന്നുള്ള ടോപ്പിക്ക്, പിന്നെ അല്ല ഇരുന്ന് ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സമയത്ത് പഠിക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഈ പകൽ സമയത്ത്, ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ടയേർഡായിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 5-6 മണിക്കൂർ നമ്മൾ പഠിച്ചാലും ഈ രാവിലെ പഠിക്കുന്ന ഒരു 1 മണിക്കൂറിൻ്റെ എഫക്റ്റീവ്നെസ് കിട്ടൂല. രാവിലെ അത്രയ്ക്ക് അടിപൊളി സമയമാണ്, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. ഈ 5 മണി മുതൽ 6:30 വരെ, അല്ലെങ്കിൽ ഇപ്പോൾ 4-4:30 എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ സുഖമായിട്ട് 2 മണിക്കൂറൊക്കെ കിട്ടും. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ടൈമാണ്. പിന്നെ ഈ സമയത്ത് പഠിക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ?
എനിക്കറിയില്ല, പറ്റുന്നവരുണ്ടാവുമായിരിക്കും, എനിക്ക് പറ്റൂല. പേഴ്സണലി എനിക്ക് പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ രാവിലെ ഞാനൊരു 2, 3 ടോപ്പിക്കൊക്കെ രാവിലെ കവർ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ടോപ്പിക്കൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടാകും അല്ലേ, അതൊക്കെ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കും. അതാണ് ഞാൻ മെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുക എന്നുള്ളത്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് റിലാക്സ് ആവും. ഒരു കപ്പ് ചായയൊക്കെ എടുത്ത് കുടിക്കുന്നു, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു. അങ്ങനെ ഒന്നൊരു 2, 3 കുറച്ച് സമയം ഒരു 3-4 മിനിറ്റ് ഒന്ന് എണീച്ച് നടക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങിയാൽ മതി. അല്ലാതെ ഒറ്റ ഇരിപ്പിന് 2 മണിക്കൂർ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് രാവിലത്തെ സ്റ്റഡീനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന എന്നാൽ നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതൊന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 5 മണി ടു 6:30 അല്ലെങ്കിൽ 4:30 ടു 6:30 സമയത്ത് നമ്മൾ ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് തിരക്കുള്ള സമയമാണ്. അമ്മമാരെ സംബന്ധിച്ചാണെങ്കിൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്. കുട്ടികളെ സ്കൂളിൽ വിടണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനത്തെ ഒരു സമയമാണ്. ഒരു 10, 10:30 വരെയൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഒരു 8, 8:30, 9 മണിയൊക്കെ ആകുമ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓഡിയോ ക്ലാസ്സുകളാണ്. ഓഡിയോ അല്ല, വീഡിയോ ക്ലാസ് ആണ്. പക്ഷെ നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അത് ഓഡിയോ ക്ലാസ് ആയിട്ട് കേൾക്കും അല്ലേ. അപ്പോൾ അടുക്കളയിൽ പണിയൊക്കെ എടുക്കും, ക്ലാസ് കേൾക്കുക. പിന്നെ കൂടുതലായിട്ട് ഞാൻ കേട്ടോണ്ടിരുന്നത് രാവിലെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സാണ്. കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് കേൾക്കുന്നു. അത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നു. റിവിഷൻ ക്ലാസ്സുകൾ ഈ സമയത്ത് വളരെ എഫക്റ്റീവാണ്. കാരണം നമ്മൾ ഭയങ്കര ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു വട്ടം കേട്ട ക്ലാസ്സുകളാണെങ്കിൽ പിന്നെയും കേൾക്കുമ്പോൾ നമുക്കത് എഫക്റ്റീവാണ്. നമ്മൾ ടൈം നമ്മൾ വെറുതെ കളയുന്നില്ലല്ലോ. അപ്പോൾ ഓഡിയോ ക്ലാസ്സസ് കേൾക്കുക. വീഡിയോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഓഡിയോ ക്ലാസ് കേൾക്കുക. ഈവൻ ഞാൻ അലക്കുമ്പോൾ പോലും ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു. അങ്ങനെ അലക്കുമ്പോൾ ഞാൻ റിവിഷൻ ക്ലാസ്സുകൾ മാത്രമേ കേൾക്കാറുള്ളൂ. കാരണം അത്ര ശ്രദ്ധ നമുക്ക് വരില്ല. ഇപ്പോൾ ടാപ്പൊക്കെ തുറക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒച്ച അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ റിവിഷൻ ക്ലാസ്സുകൾ കൂടുതൽ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത്, പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് റിവിഷൻ ക്ലാസ്, കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്, പിന്നെ ഓൾറെഡി നമുക്ക് ഇച്ചിരി ധാരണ ഉള്ള ടോപ്പിക്കുകൾ ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കും. ഓക്കെ. അതാണ് ഫസ്റ്റ് ഓഡിയോ ക്ലാസ്സസ്. പിന്നെയുള്ളത് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ, ഈ ഷോർട്ട് നോട്ട് എന്ന് പറയുന്ന പരിപാടി ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മലയാളത്തിനാണ്. എന്ന് പറയുമ്പോൾ മലയാളത്തിന് ഈ പര്യായപദങ്ങളുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു തലവേദനയായിരുന്നു. പര്യായപദങ്ങൾ ഈ എത്ര പഠിച്ചാലും ചിലതൊക്കെ മാറിപ്പോകും, ചിലതൊക്കെ കിട്ടൂല. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഒരു കുഞ്ഞു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ചെറിയൊരു പേപ്പറിൽ എനിക്കങ്ങനെ ഒരു കുഞ്ഞു ബുക്കാക്കി ഞാൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ഓരോ പേജിൽ പര്യായപദങ്ങൾ മാത്രം എഴുതും. ഇപ്പോൾ കണ്ണാടി എഴുതുകയാണെങ്കിൽ മുകുരം, ആദർശം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പര്യായം മാത്രം എഴുതും. എന്നിട്ട് അതിങ്ങനെ പണീൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് നോക്കും. ഇച്ചിരി കാര്യങ്ങളല്ലേ ഉള്ളൂ വായിക്കാൻ. അതൊരു നല്ല പരിപാടിയായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഈ മലയാളം ചെയ്ത പോലെ തന്നെ ഞാൻ ചെയ്തൊരു കാര്യമാണ് വർഷം. എനിക്ക് വർഷങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ ഞാൻ എഴുതി വെച്ചായിരുന്നു. ഇപ്പം നിവർത്തന, പ്രക്ഷോഭം, ഉപ്പു സത്യാഗ്രഹം, അങ്ങനെ ഓരോ സംഭവങ്ങളുടെ വർഷങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ട് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് നോക്കുമായിരുന്നു. അതും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു റിവിഷൻ ക്ലാസ്സുകളും കറണ്ട് അഫെയർ ക്ലാസ്സുകളുമാണ് കൂടുതൽ ആ ഒരു ടൈമിൽ ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതാണ് രാവിലത്തെ ബിസി ഷെഡ്യൂൾ സമയത്ത് എന്നെ എഫക്റ്റീവായിട്ട് സഹായിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണത്. ഇപ്പോൾ ആകുമ്പോൾ എല്ലാവർക്കും ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് വയർലെസ് ഹെഡ്സെറ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഫോൺ എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലാസ് കേൾക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാണ്ട് ഇപ്പം നമ്മൾ ടൈം ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയുള്ളൂ. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഓക്കെ. പിന്നെയുള്ളത് ആഫ്റ്റർനൂൺ സ്റ്റഡി അല്ലേ. അതായത് ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ അല്ലാണ്ട് ആ സമയത്ത് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. ഇരുന്ന് പഠിക്കാം, വായിച്ച് നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കി നമുക്ക് പഠിക്കാം അല്ലേ. ടൈം അവൈലബിൾ ആയിരുന്ന ആൾക്കാർ കേട്ടോ. അല്ലാത്തവർക്ക്, വീട്ടമ്മമാർക്കൊക്കെ പിന്നെ ഉച്ച കഴിയുന്നവരെ പിന്നെ സമയം കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ. അതിന് ഉച്ച കഴിഞ്ഞാണ് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തൊഴിൽ വീതി ഓർ തൊഴിൽ വാർത്ത എന്തെങ്കിലും ഒരു സാധനം ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു, ഓരോ ഏരിയയിലും കിട്ടുന്ന മാർക്ക് നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ മെത്തേഡ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഉച്ച കഴിഞ്ഞാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തത്. കാരണം ഉച്ച കഴിഞ്ഞ് നമുക്ക് ഉറക്കം വരുമ്പോൾ ഏറ്റവും നല്ല പരിപാടി എന്തെങ്കിലും എഴുതി പഠിക്കുക, ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ഞാൻ 3 മണി മുതൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന സമയം ഉച്ചയ്ക്ക് മുമ്പ്, അതായത് ഒരു 12 മണിക്ക് തുടങ്ങിയിട്ട് 1:15 വരെ ചെയ്യുമായിരുന്നു. ഈ 2 സമയങ്ങളാണ് എക്സാം ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ 12:15 മുതൽ 12 മണി മുതൽ 1:15 വരെ, അല്ലെങ്കിൽ 1 മണി വരെ, 1:15 ഇല്ല 1 മണി വരെ, പിന്നെ 3 മണി ടു 4 മണി വരെ. അങ്ങനെയാണ് എക്സാം ഇതിലേതെങ്കിലും ഒരു ടൈമിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പഠിച്ച് മടുത്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്, എക്സാം ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി കൂടി വേറൊരു വിഷയം പഠിക്കുന്നതിനൊക്കെ നല്ലത് ആ സമയത്ത് പരീക്ഷ ചെയ്തു നോക്കുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതും ഞാൻ ഫോളോ ചെയ്തിരുന്നത് ആഫ്റ്റർനൂൺ ടൈം ടേബിൾ ആണ്. കാരണം മാത്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് പഠിക്കണം അല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഉച്ച കഴിഞ്ഞ് ഉറക്കം വരും. അപ്പോൾ ഉറക്കം വരാണ്ടിരിക്കാനുള്ള ഏറ്റവും അടിപൊളി ഞാൻ കണ്ടുപിടിച്ച പരിപാടിയാണ് ജെറിൻ സാറെ ക്ലാസ് കാണുക എന്നുള്ളത്. അപ്പോൾ ഞാൻ മാത്സും ഇംഗ്ലീഷും മലയാളവും ഉച്ച കഴിഞ്ഞാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷും മലയാളവും ഏറ്റവും കൂടുതൽ നമ്മളുടെ മാർക്ക് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നത് PYQs ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എക്സാമിൻ്റെ കൂടെ എക്സാം ചെയ്യും, അത് കൂടാതെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെ ഒക്കെ മാത്രമായിട്ട് അങ്ങനെ ബുക്കൊക്കെ അവൈലബിൾ ആണല്ലോ, അതിൻ്റെ മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ അത് ചെയ്തു നോക്കും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം ഇംഗ്ലീഷും മലയാളമൊക്കെ കൂടുതലും പ്രീവിയസ് ഇയർ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ 3 കാര്യങ്ങളുണ്ടല്ലോ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതാണ് നമ്മുടെ റാങ്ക് മുകളിലോട്ട് എത്തിക്കുന്ന എന്താ പറയുക, റാങ്ക് മേക്കിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ 3 എണ്ണത്തിലും നമ്മൾ മാർക്ക് ഉയർത്തുക പ്ലസ് കറണ്ട് അഫെയർ. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തും കുറവായിരിക്കും, നെഗറ്റീവും കുറവായിരിക്കും. GKയിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നെഗറ്റീവ് വരാം. പക്ഷേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർ ഈ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചാൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക പഠിക്കുമ്പോൾ. പിന്നെ രാത്രി കൂടുതലായിട്ട് ഞാൻ ചെയ്തത് ആ ദിവസം എന്താണോ പഠിച്ചത് അതൊന്ന് ഓടിച്ചു നോക്കും, റിവൈസ് ചെയ്യും. അത് നിങ്ങളും ചെയ്ത് നോക്കിയാൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ. റിവൈസ് ചെയ്യുക. പിന്നെ മടുത്തിരിക്കുന്ന സമയമാണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കുക. പിന്നെ രാത്രിയും കുറേ നേരം ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒരു 1 മണി വരെ രാത്രി ഇരിക്കുന്നു. പിന്നെ 4:30 ആകുമ്പോൾ രാവിലെ എണീക്കുന്നു. ആ പരിപാടിയൊന്നും വേണ്ട കേട്ടോ. ഏതെങ്കിലും ഒരു സമയം ഇരിക്കുക. എന്ന് വെച്ചാൽ വേണ്ടാന്ന് വെച്ചാൽ പറ്റുന്നവരാണെങ്കിൽ ഇരുന്നോളുക. അല്ലാണ്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ഉറക്കമൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ച് ഇരിക്കരുത്. ഉറക്കം വന്നാൽ നമ്മൾ പോയിട്ട് ഉറങ്ങണം. എന്ന് വെച്ച് ഫുൾ ടൈം ഉറങ്ങണം എന്നല്ല, പക്ഷെ ഒരു മിനിമം 6 മണിക്കൂർ നമ്മൾ ഉറങ്ങണം. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം, ഞാൻ ഏതെങ്കിലും ഒരു നേരമാണ് ഇരുന്നുകൊണ്ടിരുന്നത്. രാത്രി ഒരു ദിവസം അധികം ഇരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരത്തെ എണീക്കൂല. ഇനി രാത്രി വയ്യാണ്ടായി നേരത്തെ കിടന്നു എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീക്കും. ഇനി അതൊന്നും അല്ല, അടുപ്പിച്ച് ഒരു 2 ദിവസം നല്ലതുപോലെ വർക്ക് ചെയ്തു, ഭയങ്കര എഫേർട്ട് എടുത്ത് പഠിച്ചു എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ദിവസം ഞാൻ നല്ല വൃത്തിക്ക് കിടന്നുറങ്ങും. അങ്ങനെ ഉറക്കത്തിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ടൈം ടേബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എനിക്കത് പേഴ്സണലി ഇട്ട് തരാൻ അറിയാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. കാരണം ഞാൻ ഇടുന്ന ടൈം ടേബിൾ എനിക്ക് പോലും ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം പറ്റും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. ഹോട്ട് ടോപ്പിക്സ് എഴുതി പോകുന്നു. അതായത് ആദ്യം ഒരു പേപ്പറിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എഴുതുക, ഒരു നോട്ട്ബുക്കിലോ പേപ്പറിലോ എഴുതുക, ഹോട്ട് ചാപ്റ്റേഴ്സും എഴുതുക. എന്നിട്ട് അത് പഠിക്കുന്ന മുറയ്ക്ക് അതിങ്ങനെ ടിക്കിട്ട് പോവുക. ഭയങ്കര സമാധാനം തരുന്ന പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന, അതായത് PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത്രയും പഠിച്ചല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എഫക്റ്റീവ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു.